എറണാകുളം ഫോർട്ട് കൊച്ചി ഗസ്റ്റ് ഹൌസിന് സമീപമുള്ള ഫുഡ് സ്ട്രീറ്റിൽ കടകൾക്ക് മുകളിലേക്ക് വൻ മരം കടപുഴകി വീണു. 5 കടകൾ തകർന്നു. നമ്മൾ ഇതിൻ്റെ പരാതി പറഞ്ഞിട്ട് വില്ലേജ് ഓഫീസിലും തഹസിൽദാറിനും അതുകൂടാണ്ട് നമ്മൾ ഇതിനൊരു ഹെറിറ്റേജ് കമ്മിറ്റിയിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം നമ്മൾ കൊടുത്തിട്ട് 3 വർഷമായിട്ട് അവരൊരു നടപടി എടുത്തിട്ടില്ല. നടപടി എടുത്തവർ ഇതിനു വേണ്ടി കൊട്ടേഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത്, പക്ഷേ ഫണ്ടില്ല എന്ന് പറഞ്ഞിട്ട് മരം മുറിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കണമായിരുന്നു. അപ്പുറത്തെ സൈഡ് 2 വലിയ മരത്തിൻ്റെ കൈ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടുകാർ വെട്ടിക്കളഞ്ഞുകൊണ്ട് ഇപ്പുറത്തേക്ക് വെയിറ്റ് കൂടിയിട്ടാണ് ഇതിപ്പോൾ ഇങ്ങോട്ട് മറിഞ്ഞേക്കുന്നത്. വലിയൊരു അപകടം മുഴുവല്ലേ രാത്രി കാലത്തായിരുന്നു. 1.5 മണിക്കാണ് സംഭവിച്ചത്. അതുകൊണ്ട് വലിയൊരു അപകടം. ഒന്നാമത് ഞായറാഴ്ചയും കൂടി ആയിരുന്നു, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു, തിരക്കുള്ള ടൈമായിരുന്നു. വെളുപ്പിനായതുകൊണ്ട് ഒന്നും പറ്റിയില്ല. കടക്കാരൊക്കെ പൂട്ടിപ്പോയതുകൊണ്ട് രക്ഷപ്പെട്ട്. കടകൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. നാശനഷ്ടമുണ്ട്. ഓരോ കടകൾക്കും 1 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഓരോ കടക്കും ചില കടകൾ ഡ്രസ്സ് കടകളൊക്കെ ഉണ്ട്, അതിനൊക്കെ ഒരു 10 ലക്ഷം രൂപ വരെയൊക്കെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. എല്ലാം കൂടി നോക്കുമ്പോൾ എങ്ങനെയൊക്കെ പോലെ 20 ലക്ഷം രൂപയ്ക്ക് മേപ്പോട്ട് നഷ്ടം. റെസ്റ്റ് ഹൗസിനും ചെറിയ നഷ്ടം. അത് മാത്രമല്ല, ആ ഉദാസീനത കാരണം ഒരു 10-12 ഐസ്ക്രീം വണ്ടികളുണ്ട്. ഞങ്ങൾക്കൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ചരക്കുകളൊക്കെ മെൽറ്റായിരിക്കണതാണ്. ഈ 2 ദിവസമാകുമ്പോൾ നമുക്ക് 12 ഉപജീവനമാർഗ്ഗങ്ങൾ നഷ്ടപ്പെടുത്തിക്കണം ഈ ഒരു ഉദാസീനത കാരണം. നേരത്തെ പരാതി നൽകിയിരുന്നെന്നാണ് എല്ലാവരും പറയുന്നത്. പരാതി കൊടുത്തതാണ്. പിന്നെ അധികാരികൾ ശ്രദ്ധിക്കാത്തതിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പമാണ്. ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് മരങ്ങളുണ്ട്. 100 വർഷം 150 വർഷം 200 വർഷം പഴക്കമുള്ള മരങ്ങളുണ്ട്. ഇതിനെ ഒന്നുകിൽ സംരക്ഷിക്കുക, അതിനെ ഒഴിവാക്കുക. നടപടി വേണം. തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഇത് മൊത്തത്തിൽ വരുന്ന മാറുന്ന സർക്കാരിൻ്റെ അനാസ്ഥയാണ്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി. പ്രദീപ്, നേരത്തെ തന്നെ പരാതികൾ പറഞ്ഞിട്ടുള്ളതാണ്. RDO ഓഫീസിന് തൊട്ടടുത്താണ്. എന്നിട്ടും ഇങ്ങനൊരു ശ്രദ്ധയില്ലാതെ പോയത് എന്താണ്? ആൾനാശം വന്നില്ല എന്നത് മഹാഭാഗ്യം മാത്രമെന്നല്ലേ കരുതാൻ കഴിയൂ? ശ്രീജ, ഓരോ മഴക്കാലത്തും മഴക്കാല മുന്നൊരുക്കങ്ങളുമായി ഇത്തരത്തിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള മരങ്ങൾ വെട്ടിമാറ്റണം, മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിമാറ്റണമെന്നൊക്കെ സർക്കാർ കൃത്യമായി ഉത്തരവിറക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും അത് ഉത്തരവ് മാത്രമായി അവശേഷിക്കുന്നു. ഇവിടെ ഫോർട്ട് കൊച്ചി ബീച്ചിനോട് ചേർന്ന് ഫുഡ് സ്ട്രീറ്റിൽ, അതായത് ഫോർട്ട് കൊച്ചി വില്ലേജ് ഓഫീസിൽ നിന്ന് വെളിപ്പാടകലെയാണ് ഈ വലിയ മഴമരം അഥവാ ഉറക്കം തൂങ്ങി മരം മറിഞ്ഞു വീണത്. കഴിഞ്ഞ രാത്രി ഏതാണ്ട് 12:30 ഈ വൻമരം മറിഞ്ഞു വീണത്. കനത്ത മഴ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അതേസമയം ഏറ്റവും വിചിത്രമായ കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഈ മരം നിൽക്കുന്നത് അപകട സാധ്യതയുണ്ട്, അപകടത്തിന് കാരണമാകാൻ ഇടയുണ്ട് എന്ന് കാണിച്ച് ഇവിടുത്തെ വ്യാപാരികളും നാട്ടുകാരുമൊക്കെ 3 വർഷം മുൻപ് റവന്യൂ ഓഫീസിൽ പരാതി നൽകിയിരുന്നു. അവർ വന്ന് മരത്തിൻ്റെ കണക്കെടുക്കുകയും പരിസരം നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ പിന്നീട് നടപടികൾ ഒന്നും ഉണ്ടായില്ല. എന്തായിരുന്നാലും ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി മരം പിഴുതു വീഴുകയായിരുന്നു. ഇപ്പോൾ മരം വെട്ടിമാറ്റുന്ന നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഈ തൊട്ടു പിന്നിൽ കാണുന്നതാണ് ഫോർട്ട് കൊച്ചി ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത്. ഗസ്റ്റ് ഹൗസിൻ്റെ അടുക്കളയ്ക്ക് അതുപോലെ വാട്ടർ ടാങ്കിന് ഉൾപ്പെടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഇവിടെ ഈ കരകൗശല വസ്തുക്കളും പുരാവസ്തുക്കളുമൊക്കെ വിൽക്കുന്ന കടകളാണ് ഈ ഒരു സ്ട്രീറ്റിലുള്ളത്. ഫുഡ് സ്ട്രീറ്റ്, അതായത് ഐസ്ക്രീം, ചെറിയ സ്നാക്സ് ഒക്കെ വിൽക്കുന്ന ധാരാളം കടകളുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഇടമാണ് ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം കടകളുണ്ട്. ആ കടകൾക്ക് മുകളിലേക്കാണ് ഈ വൻ മരം മറിഞ്ഞു വീണത്. 5 കടകൾ തകർന്നിട്ടുണ്ട്. മറ്റ് 3-4 കടകൾക്ക് നിസ്സാരമായ തകരാറുകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ഞായറാഴ്ച ദിവസം കൂടിയാണ്, കഴിഞ്ഞ ആഴ്ചയാണ് സ്കൂൾ തുറന്നത്. അതുകൊണ്ടൊക്കെ തന്നെ വലിയ തോതിലുള്ള തിരക്ക് ഈ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടിരുന്നു. എന്തായിരുന്നാലും ഭാഗ്യം കൊണ്ട് എന്ന് തന്നെ പറയാം, രാത്രി ഈ മരം മറിഞ്ഞു വീണു എന്നതുകൊണ്ട് മാത്രമാണ് വളരെ വലിയൊരു അപകടമുണ്ടായത്. ആളുകൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു കടയിൽ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. മരക്കൊമ്പുകൾ വീഴുന്ന ശബ്ദം കേട്ട് അദ്ദേഹം ഓടി മാറിയത് കൊണ്ട് മറ്റ് പരിക്കോ അപകടമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതേസമയം ഈ മരം കണ്ടാൽ മനസ്സിലാകും, ഏതാണ്ട് 4-5 ആളുകൾ വട്ടം പിടിച്ചാൽ പോലും എത്താത്ത തരത്തിലുള്ളതാണ് ഇതിൻ്റെ ചുവടെന്ന് പറയുന്നത്. അത്ര വലിയ മരമാണ്. മഴമരം എന്നാണ് ഇതിനെ പൊതുവിൽ ഈ പ്രദേശത്ത് വിളിക്കപ്പെടുന്നത്. ഉറക്കം തൂങ്ങി മരമെന്നും വിളിക്കാറുണ്ട്. കാരണം മഴ പെയ്യുമ്പോൾ ഒരുപാട് ഇലകളുള്ള മരമാണ്. അതുകൊണ്ട് തന്നെ വെള്ളം നല്ല തോതിൽ തങ്ങി നിൽക്കും. ഇവിടെ ഈ മരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇതൊരു മതിലിലായിരുന്നു ഈ മരത്തിൻ്റെ വേര് ഏതാണ്ട് ഭാഗികമായി തങ്ങി നിന്നിരുന്നത്. നമുക്കറിയാം, ഒരു മരത്തിൽ, അതായത് കായലോരത്തും പുഴയോരത്തും മറ്റും തെങ്ങ് നിൽക്കുന്നത് പോലെ ഇത്ര വലിയൊരു മരം ഒരു മതിലിനോട് ചേർന്ന് ഭാഗികമായി മതിലിൽ നിന്നാൽ മറിഞ്ഞു വീഴാൻ എത്രമാത്രം സാധ്യതയുണ്ടെന്ന്. എന്നിട്ട് പോലും ഈ ഒരു പരാതി അധികൃതർ ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. കണ്ടോ, ഈ മതിലിലാണ് ഈ മരത്തിൻ്റെ പകുതി വേര് തങ്ങി നിന്നിരുന്നത്. മാത്രമല്ല, ഇതിൻ്റെ മറുവശത്തേക്ക് ഒരു മരം നിൽപ്പുണ്ടായിരുന്നു. അതൊരു സ്വകാര്യ വ്യക്തി അദ്ദേഹത്തിൻ്റെ സുരക്ഷ കണക്കിലെടുത്ത് മുറിച്ചു മാറ്റി. അങ്ങനെ വന്നപ്പോൾ വെള്ളം മൊത്തം ഈ മരത്തിൻ്റെ ഈ ഭാഗത്തേക്കായി. അങ്ങനെയാണ് ഈ വലിയ മരം മറിഞ്ഞു വീണത്. എന്തായിരുന്നാലും അപകടം ഒഴിവായി എന്നത് മാത്രമാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. റവന്യൂ അധികൃതർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ജനപ്രതിനിധികൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആളുകൾക്കും കടകൾക്കും നാശനഷ്ടം ഉണ്ടാകാതിരുന്നത് ഭാഗ്യം എന്ന് മാത്രമാണ് ഓരോ ആളുകളും പറയുന്നത്. മുൻപ് ഇവിടെയുള്ള കടകളും മറ്റും നടത്തിയിരുന്ന ആളുകൾ പറയുന്നത് നമ്മൾ കേട്ടു. ചേട്ടാ, ഇവിടെ കട നടത്തുന്ന ആളാണല്ലേ? ഇവിടെ കട നടത്തുന്ന ആളാണല്ലേ?
ആ വലിയ കണ്ടൊരു അപകടം വരുന്ന അപകടം ഒഴിവാക്കി കിട്ടി. ആളുണ്ടായില്ല, രാത്രിയാണ് സംഭവിച്ചത്. വലിയൊരു ഭാഗ്യം എന്ന് പറയാം. പിന്നെ നാശനഷ്ടങ്ങൾ അറിയാമല്ലോ, ഒരുപാട് സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് തുണി, ഡ്രസ്സുകൾ, ഒരുപാട് സാധനങ്ങളെല്ലാം ഉണ്ടായി. ഭാഗ്യം കൊണ്ട് ഇത്രയും സംഭവിച്ചുള്ളൂ. ഇത് വെട്ടി മാറ്റി അവർക്ക് എന്താണെന്നുള്ള നഷ്ടപരിഹാരങ്ങൾക്ക്. പകൽ സമയത്ത് ഒരുപാട് ആളുകൾ വന്നു പോകുന്ന ഇടമാണ്. പിന്നെ ഒരുപാട് ആളുകൾ ഏറ്റവും വലിയ എൻട്രൻസ് ആണ് ഇത്. ഈ എൻട്രൻസിൽ കൂടെ മെയിനായിട്ട് ബീച്ചിലോട്ട് കയറണം. പകൽ സമയത്താണ് വീക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര നാശനഷ്ടം സംഭവിക്കാൻ പറ്റും. ചിലപ്പോൾ ജീവാനി വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ പരാതിയൊക്കെ കൊടുത്തിരുന്നതാണല്ലേ? ആ പരാതി കൊടുത്താണ്. ഇപ്പോൾ ഒരു വർഷം മുമ്പ് തൊട്ടപ്പുറമുള്ള താക്കൂർ ഹൗസിലെ ഈ മരത്തിൻ്റെ പകുതി അവർ കട്ട് ചെയ്ത്, പിന്നെ ബാക്കി പകുതി ആണ് നിന്നത്. ഇപ്പോൾ മഴക്കാലമായപ്പോൾ മഴ കൊണ്ടിട്ട് ആ പകുതി ഇവിടെ ഇടിച്ചോളഞ്ഞു. വെള്ളത്തിൻ്റെ ഭാരം മൊത്തം ഇങ്ങോട്ടായി. അപ്പോൾ ഈ പകുതി കട്ട് ചെയ്യാനും വേണ്ടി ഒരുപാട് പരാതി ഞാൻ കൊടുത്താണ്. ഇത് ഒരു കമ്മിറ്റി നടത്തണമാണ് ഈ സ്ഥലം. കളക്ടറാണ് അതിൻ്റെ രക്ഷാധികാരി. അപ്പോൾ അവിടെ സൊസൈറ്റിയിൽ കമ്മിറ്റിയിൽ പരാതി കൊടുത്താണ്. മരങ്ങൾ മഴക്കാലത്ത് മുറിച്ചു മാറ്റുന്നത് സംബന്ധിച്ചൊക്കെ വ്യക്തമായ നിർദ്ദേശങ്ങൾ ഉണ്ടാവാറുണ്ട്, നിയമങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാലും അതൊക്കെ കടലാസിൽ തന്നെയാണ് പലതും ഉറങ്ങുന്നത് എന്ന് നിസ്സംശയം പറയാം. എല്ലാ മരങ്ങളും മുറിച്ചു മാറ്റണമെന്നല്ല, കാരണം അത് പരിസ്ഥിതിയെ ബാധിക്കും. പക്ഷേ അപകടകരമായ തരത്തിൽ നിൽക്കുന്ന മരങ്ങളെങ്കിലും മുറിച്ചു മാറ്റാൻ ഈ മഴക്കാലത്തെങ്കിലും ബന്ധപ്പെട്ട വിവിധ വകുപ്പുകൾ, വിവിധ സമിതികൾ, ജില്ലാ ഭരണകൂടങ്ങളൊക്കെ അടിയന്തരമായി മുൻകൈ എടുക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടിയാണ് ഈ അപകടം ബോധ്യമാക്കുന്നത്.